നിത്യേനയുള്ള നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി വ്യക്തികളെ നമ്മൾ പരിചയപ്പെടാറുണ്ട്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ തങ്ങളുടെ കഴിവും പ്രാവണ്യമൊക്കെ തെളിയിച്ചിട്ടുള്ള പ്രതിഭാശാലികളായിട്ടുള്ള ഒരുപാട് വ്യക്തികളെ നമ്മൾ പരിചയപ്പെടാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ. രാഷ്ട്രീയ മേഖലകളിൽ ഭരണസിരാ ചക്രങ്ങളെ കൃത്യതയോടും വ്യക്തതയോടും ചലിപ്പിക്കുവാനും ഭരിക്കുവാനും ഭരിച്ച് മുടിക്കുവാനുമൊക്കെ കഴിവുള്ള വ്യക്തികളെയും വ്യക്തിപ്രഭാവങ്ങളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ലെജൻഡുകളായിട്ടുള്ള ഒരുപാട് വ്യക്തികളെ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ അവരെ പറ്റി കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തികളാണ് നമ്മളിൽ ഓരോരുത്തരും. എന്നാൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഉടമയാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ പോകുകയാണ്. ആൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ എങ്ങും പെടാത്തതാണ്. ആളുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാവുന്നതിൻ്റെയൊക്കെ അപ്പുറത്തൊരു റേഞ്ചുള്ള, അല്ലെങ്കിൽ ഒരു ജീവിത ശൈലിയെ കാത്തു സൂക്ഷിക്കുന്ന ഒരു അതുല്യ വ്യക്തിത്വത്തെയാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആളെ നിസ്സാരക്കാരനല്ല, ആളിവിടെ എങ്ങുമല്ല. ആള് നമ്മുടെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഛായ വാലെ ബാബ എന്നറിയപ്പെടുന്ന ദിനേശ് സ്വരൂപ് ബ്രഹ്മചാരി എന്ന വ്യക്തിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഛായ വാല ബാബ എന്ന പേരിന് ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എൻ്റെ വീഡിയോയുടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഞാൻ അതിനെ കൃത്യമായി വിവരിക്കാം. വ്യക്തിക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ സവിശേഷതയല്ല, നമ്മൾക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് വ്യത്യസ്തതകളുള്ള ഒരു മനുഷ്യനാണ് ഈ ഛായ വാലെ ബാബ. നമ്മുടെ ദിനേശ് സ്വരൂപ് ബ്രഹ്മചാരി എന്ന വ്യക്തിക്ക്, ഈ വ്യക്തിയുടെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ 40 വർഷമായി താൻ മൗനവ്രതത്തിലാണ്. ആരോടെങ്കിലും ഉള്ള പിണക്കം കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടോ അല്ല കേട്ടോ. അത് അദ്ദേഹത്തിന്റെ ദിനചര്യയുടെയും ഒരു വ്രതത്തിന്റെയും ഭാഗമായിട്ട് കഴിഞ്ഞ 40 വർഷമായിട്ട് ഇദ്ദേഹം ആരോടും സംസാരിക്കുന്നില്ല. എൻ്റെ അമ്മേ, ഒരു ദിവസം 1 മിനിറ്റ് നേരം ഒന്നും മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടുകാർ നമ്മളെയൊക്കെ സഹിക്കുന്ന പാട്. പക്ഷെ വ്യക്തി 40 വർഷമായിട്ട് ആരോടും മിണ്ടുന്നില്ല. എന്നാൽ അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റേഴ്സ് ആണ്. ജസ്റ്റേഴ്സിലൂടെയും എഴുത്തുകളിലൂടെയും ആൾ ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആൾക്ക് വാട്സപ്പ് സന്ദേശം. അപ്പോൾ ഈ ഫോൺ എന്തിനാ ഉപയോഗിക്കുന്നതെന്നല്ലേ? പണ്ടൊക്കെ ആണെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നത് വിളിക്കാനാണ്. ഇന്ന് പക്ഷേ നമ്മുടെ വാട്സപ്പും മെസ്സഞ്ചറും ട്വിറ്ററും ഫേസ്ബുക്കും ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് സംസാരിച്ചില്ലെങ്കിലും ആശയവിനിമയം പോസിബിളാണ്. ഇനി ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 40 വർഷമായിട്ട് ആളൊന്നും കഴിക്കുന്നില്ല. ആൾക്ക് ഭക്ഷണം വേണ്ട. എൻ്റെ ദൈവമേ, ഇവിടെ ഒരു നേരം നമുക്ക് ആഹാരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ കണ്ട സകലരെയും ഏറിൽ കയറ്റി നിർത്തി, എസ്പെഷ്യലി നമ്മുടെ വീട്ടിലെ അമ്മമാരെയും ഭാര്യമാരെയും ഒക്കെ ഏറിൽ നിർത്തിക്കൊണ്ട് വിപ്ലവം സൃഷ്ടിക്കുന്ന ആൾക്കാരാണ് ഒട്ടുമിക്ക പേരും. എന്തെല്ലാം മാറ്റിവെച്ചാലും ആഹാരത്തിനോട് അത് മാറ്റിവെക്കുന്ന പരിപാടി നമുക്കാർക്കുമില്ലല്ലോ. പക്ഷെ ഈ പുള്ളി കഴിഞ്ഞ 40 വർഷമായിട്ട് ആഹാരം കഴിക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ നമ്മൾ ചിലരെങ്കിലും ഒക്കെ സംശയിക്കുന്നുണ്ടാവും. ഈ വ്യക്തി തന്റെ ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ഡെയിലി 10 ഗ്ലാസ് ചൂട് ചായ കുടിച്ചുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഭക്ഷണത്തോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് 40 വർഷമായി. ഈ 40 വർഷം ചായ കുടിച്ച് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി. എന്താ അല്ലേ? ചിന്തിച്ചാൽ നമുക്കൊരു ഒരു അന്തം കിട്ടാത്തൊരു വ്യക്തി. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഛായ വാലെ ബാവ എന്ന പേര് വീഴാൻ, ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പേര് വീഴാനുള്ള കാരണം. ഇദ്ദേഹം ചായ കുടിച്ച് മാത്രം ജീവിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഛായ വാലെ ബാവ എന്ന പേര് ഇട്ട് നാട്ടുകാർ, അങ്ങനെ ഒരു ഓമന പേരിട്ട് നാട്ടുകാരെ വിളിക്കാൻ തുടങ്ങിയത്. ഇനി ഇദ്ദേഹത്തിന്റെ ഇപ്പൊ 40 വർഷം ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്നില്ല, ആരോടും മിണ്ടുന്നില്ല. അപ്പം ഇതുകൊണ്ടൊക്കെ കഴിഞ്ഞു എന്ന് നമ്മളൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വ്രതം എന്ന് പറയുന്നത് IAS കോച്ചിങ് നൽകാൻ. അപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ മിണ്ടാത്ത വ്യക്തി ഒരുപാട് IAS സ്റ്റുഡൻസിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് അശ്രാന്ത പരിശ്രമം നടത്തുന്ന ഒരു വ്യക്തിയാണ്.
അദ്ദേഹം കൃത്യമായിട്ട് കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത് എഴുത്തുകളിലൂടെയും ആംഗ്യങ്ങളിലൂടെയും അതേപോലെ വാട്സപ്പ് സന്ദേശങ്ങളിലൂടെയാണ്. ഒരു കുട്ടിയുടെ പോലും ചോദ്യത്തിന് അദ്ദേഹം മറുപടി കൊടുക്കാതിരിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പോൾ അദ്ദേഹം ഈ മൗനം പാലിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അതിൻ്റെ ഒരു ഗുണത്തെപ്പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ മിണ്ടാതെ കുറെ മൗനം പാലിക്കുന്ന അദ്ദേഹത്തിന് തന്റെ ശരീരത്തിൽ ഊർജത്തിന്റെ അളവ് കൂട്ടാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ ഊർജ്ജമൊക്കെ കൂടുമെന്നോ? അതൊരു പുതിയൊരു അറിവാണല്ലോ എന്നാണ് നമ്മളിൽ ഓരോരുത്തരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? നമുക്കൊക്കെ ഒന്ന് മൗനമായിട്ടിരുന്നൊന്ന് ശീലിച്ചു നോക്കിയാലോ? അങ്ങനെയെങ്കിൽ ഭക്ഷണം കുറച്ച് കഴിച്ചാൽ മതിയല്ലോ, നല്ല ഊർജവും കിട്ടും, നല്ല എനർജിയും കിട്ടും. ട്രൈ ചെയ്യാല്ലേ? അപ്പൊ ഈ ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹം തൻ്റെ IAS കോച്ചിങ്ങിന് വരുന്ന സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതെന്ന് ഓർക്കണം. ഡെയിലി 10 ഗ്ലാസ് ചായ മാത്രം കുടിക്കുന്നത്. നമ്മൾ 3 നേരം കഴിക്കേണ്ട ആഹാരം അതൊരു 5 നേരമാക്കി കിട്ടിയാൽ സന്തോഷം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ്. ഇഷ്ടം പോലെ കയറിയും ഇറങ്ങിയും കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പലരും. നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കിട്ടിയാൽ പിന്നെ അത് തീർത്തിട്ടേ നമ്മൾ അവിടുന്ന് എഴുന്നേക്കൂ എന്നുള്ള അവസ്ഥയൊക്കെ ഉള്ള ആൾക്കാരല്ലേ ഒത്തിരിയും പേര്. അങ്ങനെ തന്നെ. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ കുത്തിയിരുന്ന് കഴിച്ചു തീർത്തിട്ടേ എഴുന്നേക്കുള്ളൂ. അപ്പൊ ഈ പുള്ളി ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, ഈ സ്വാമിയുടെ കാര്യം സംസാരിക്കുമ്പോൾ, സ്വാമി വെറും 10 ഗ്ലാസ് ചൂട് ചായ കുടിച്ചുകൊണ്ട് IAS കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഇങ്ങനെ മൗനമായിരിക്കുന്ന നിമിത്തം എനിക്ക് ഒരുപാട് ഊർജ്ജം കിട്ടുന്നുണ്ട്. ഈ ഊർജ്ജം മുഴുവൻ ഞാൻ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആനന്ദം, അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെത്തുന്ന വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ പഠിപ്പിക്കുക. കുട്ടികളെ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് അവരെ IAS എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ ജീവിത അഭിലാഷം, അല്ലെങ്കിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണകളും നൽകുക എന്നുള്ളതാണ് അദ്ദേഹം തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദമായിട്ട് കണ്ടെത്തുന്നത്. അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഡെഡിക്കേഷൻ ആട്ടോ. ഇങ്ങനെയൊന്നും ഒരാൾക്കും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഈ സമകാലീനമായിട്ടുള്ള ഈ ഒരു ലോകത്തിൽ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഒന്നും ശ്രദ്ധയിലൊന്നും പെട്ടെന്ന് വരത്തില്ല ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ. പക്ഷെ എന്നാൽ സാധാരണ മനുഷ്യന്മാരെ, നമ്മുടെ കോമൺ വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു 99.99% ആൾക്കാർക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. ഇദ്ദേഹത്തിന്റെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഒരു ഡിസയറാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഡെഡിക്കേഷനാണ് എന്ത് ചെയ്യുക, ഈ വിദ്യാഭ്യാസം നൽകുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലകളിൽ സജീവമായിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ കഴിവിലും ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഡെഡിക്കേഷനും ഒട്ടനവധി കുട്ടികൾ അതിന്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ അവരുടെ ഏറ്റവും വലിയ ചിരകാല സ്വപ്നമായ IAS നേടിയെടുത്തിട്ടുണ്ട് എന്ന് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രയത്നം എത്ര വലുതാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വിദ്യാഭ്യാസ മേഖലയിലുള്ള തൻ്റെ കർമ്മനിരതയാണ്, വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹത്തിന്റെ കർമ്മനിരതയാണ് അദ്ദേഹത്തിന്റെ ജീവിതചര്യ എന്ന് പറയുന്നത്. നമ്മളൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ജോലിക്ക് പോകുന്നു, വൈകുന്നേരത്തെ നമ്മൾ നമ്മുടെ ഫാമിലിയുമായിട്ട് സമയം ചിലവിടുന്നു, നമ്മൾ ഫിലിം കാണാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ അല്ലെങ്കിൽ മറ്റ് വിശേഷപ്പെട്ട സ്ഥലങ്ങളിലോ ഒക്കെ പോകുന്നു, രാത്രി കിടന്നുറങ്ങുന്നു, പിറ്റേ ദിവസമാകുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മളിൽ അധികം പേരുടെയും കാര്യങ്ങൾ. നമ്മൾ കുറേ മണി ഏൺ ചെയ്യുന്നു, നമുക്ക് കുറേ സ്വത്തുകൾ സ്വരൂപിക്കുന്നു, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടേതായിട്ടുള്ള കുറേ ലൈഫ് സിറ്റുവേഷൻസിനെ മോഡിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഉണ്ടല്ലോ, വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു 10 പൈസ മേടിച്ചിട്ടല്ല കൊടുക്കുന്നത്, പരിപൂർണമായും സൗജന്യമായിട്ടാണ് കുട്ടികളെ ഇദ്ദേഹം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒട്ടനവധി സവിശേഷതകളുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഈ വ്യക്തി ഇപ്പോൾ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആത്മീക സംഗമമാണ് കുംഭമേള എന്നറിയപ്പെടുന്നത്. ഈ കുംഭമേളയ്ക്ക് വേണ്ടിയിട്ട് ആളിപ്പം പ്രയാഗ്രാജിലുണ്ട് കേട്ടോ. എല്ലാ വർഷവും കുംഭമേള മുടക്കാതെ പോകുന്ന ഒരു വ്യക്തിയാണ്. ജനുവരി 13 തൊട്ട് ഫെബ്രുവരി 26 വരെയുള്ള തീയതികളിലാണ് ഈ കുംഭമേള നടക്കുന്നത്. ഈ കുംഭമേളയിലെ ഒരു സജീവ സാന്നിധ്യമാണ് നമ്മുടെ ദിനേശ് സ്വരൂപ് ബ്രഹ്മചാരി. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ചായവാല ബാബയെ അല്ലെങ്കിൽ ദിനേശ് സ്വരൂപ് ബ്രഹ്മചാരി എന്ന് പറയുന്ന ഈ അതുല്യ മനുഷ്യനെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് അറിയിക്കുക.
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ. താങ്ക് യു.